മലയാളം ഒരു കാവ്യ ഭാഷയാണെന്നുള്ളതാണ്. ഒരു താളമുള്ള ഭാഷയാണ്. അത് സംസ്കൃതത്തിലെ എല്ലാ താളവും വൃത്തവും അതുപോലെ തമിഴിൻ്റെ താളവും എല്ലാം ഒരുമിക്കുന്ന ഒരു ഭാഷയാണ്. ഫോർ മാൻ ക്യാൻ ലിവ് ഇൻഡിവിജ്വലി ബട്ട് ക്യാൻ സർവൈവ് ഓൺലി കളക്റ്റീവ്ലി. മനുഷ്യന് ജീവിക്കാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷേ അതിജീവനം എന്ന് പറയുന്നത് ഒരുമിച്ച് മാത്രമേ പറ്റുള്ളൂ. സാഹിത്യത്തിൻ്റെ സൃഷ്ടികളുടെ ഒരു പ്രത്യേകത, അത് ഒരു ദർശനം നമുക്ക് തരുന്നു. അപ്പോൾ ആ ദർശനം, ആ ഭാവലോകം, അതിൽ എത്തിപ്പെടാൻ ഈ ഒരു വഴിയാണുള്ളത്. അവിടെ ഒരിക്കൽ പോയ ഒരാളുടെ മനസ്സ്, ആ മനസ്സിൽ അതിൻ്റെ ഒരു അംശം, ആ ഭാവത്തിൻ്റെ ഒരു അംശം പ്രതിഷ്ഠിക്കപ്പെടും. നമുക്ക് നല്ല ഹൈഡൽ പവർ ധാരാളമുണ്ട്. 30% നമുക്ക് ഈ ഹൈഡൽ എനർജിയാണ്. പിന്നെ നമുക്ക് സോളാറുണ്ട്, നമുക്ക് വിൻഡിൻ്റെ പൊട്ടൻഷ്യലുണ്ട്, നമുക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ ഈ ഓഫ് ഷോറിലുണ്ട്. നമുക്ക് വളരെ കേരളത്തിന് 2040 ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് ഈ റിന്യൂവബിൾ എനർജിയാണ് നമ്മുടെ ലക്ഷ്യം. ചെന്താർ പൊയ്കയും അന്തിവിണ്ണും അഴകെന്നോതും കവിപ്രൗഢരെ താൻ വഞ്ചിതരാകുവാൻ വിടുക, ഞാൻ ആളല്ല വാദിക്കുവാൻ. ഈ പ്രളയം എന്ന ഒരു സംഗതി എങ്ങനെയാണ് മനുഷ്യരെ ഇല്ലാതാക്കുന്നതും ഭൂമിയെ വിറപ്പിക്കുന്നതും മനുഷ്യൻ എങ്ങനെയാണ് അതിനെ നേരിടാൻ വേണ്ടി സജ്ജമാകുന്നതും അതിനെ എങ്ങനെ നമുക്കതിനെ തോൽപ്പിക്കാൻ കഴിയും? അതായത് ഈ പ്രകൃതിയുടെ സമീപനം, പ്രളയം, അതുപോലെ മറ്റു മഹാമാരികൾ, ഇപ്പോൾ കോവിഡ് അത് മറ്റൊരു മഹാമാരിയാണ്. ഇതുപോലെ പ്രകൃതിയുടെ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യർക്ക് രണ്ട് രീതിയിൽ അതിനോട് റെസ്പോണ്ട്. ഒന്ന്, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില വസ്തുതകളുണ്ട്. ആ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് എങ്ങനെ അതിനെ നമുക്ക് ബന്ധിപ്പിച്ച് അത് അടിസ്ഥാനപരമായിട്ട് എങ്ങനെ നമുക്ക് നേരിടാം, അതൊരു അടിസ്ഥാന പ്രശ്നമായിട്ട് എങ്ങനെ നമുക്ക്, ചിലപ്പോൾ അത് ഉണ്ടാകുന്നത് ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം, അതുണ്ടാകുന്നത് വരും നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണം. താങ്കളുടെ പ്രത്യേക താല്പര്യ കേന്ദ്രമാണ് വിഷയം. അതിൻ്റെ ഒരു കാരണം നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണം. അപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മുടെ തന്നെ ഒരു റെസ്പോൺസ്, നമ്മുടെ തന്നെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെസ്പോൺസ് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അതൊരു ദീർഘകാല പദ്ധതിയാണ്. പക്ഷേ പ്രളയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിനെ നേരിടുക, നമ്മുടെ മനുഷ്യ ജീവിതം സംരക്ഷിക്കുക, ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള നടപടി എടുക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് കൂട്ടായ പ്രവർത്തനം, കോർഡിനേഷൻ. അതിജീവനം എന്ന് പറഞ്ഞത് ഈ ഒരു നമ്മുടെ ഋഗ്വേദത്തിലൊരു എഴുതി വെച്ചിട്ടുണ്ട് ഒരിടത്ത്. അതായത് ബോൺ ഓൺ ദ സെയിം പ്ലാനറ്റ്, കവേർഡ് ബൈ ദ സെയിം സ്കൈസ്, ഗേസിങ് അറ്റ് ദ സെയിം സ്റ്റാർസ്, ബ്രീത്തിങ് ദ സെയിം എയർ, വി മസ്റ്റ് ലേൺ ടു ഹാപ്പിലി പ്രോഗ്രസ് ടുഗദർ ഓർ മിസറബിളി പെരിഷ് ടുഗദർ. ഫോർ മാൻ ക്യാൻ ലിവ് ഇൻഡിവിജ്വലി ബട്ട് ക്യാൻ സർവൈവ് ഓൺലി കളക്റ്റീവ്ലി. മനുഷ്യന് ജീവിക്കാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷേ അതിജീവനം എന്ന് പറയുന്നത് ഒരുമിച്ച് മാത്രമേ പറ്റുള്ളൂ. അപ്പം മനുഷ്യന് രണ്ട് ശേഷി ആവശ്യമുണ്ട്. ജീവിക്കാനുള്ളൊരു ശേഷി, ഒറ്റയ്ക്ക് പോകാനുള്ള ശേഷിയും ഒരുമിച്ച് നിൽക്കാനുള്ള ശേഷി. ഒരുമിച്ച് നിൽക്കാനുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ശേഷി കൊണ്ട് മാത്രമേ ഈ മഹാമാരികളെ അതിജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്കൊരു സമൂഹമായിട്ട്, രാജ്യമായിട്ട്, ലോകമായിട്ട് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും? അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരുമിച്ച് നിൽക്കാമെന്ന് വെച്ചാൽ മനുഷ്യർ മാത്രം ഒരുമിച്ചാൽ മതിയോ? അതുപോലെ മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും കൂടി ചിലപ്പോൾ ഒരുമിക്കാൻ സാധിക്കുമോ? പ്രകൃതിയും ഒരുമിക്കാൻ സാധിക്കുമോ? അപ്പോൾ അങ്ങനെ ഒരുമിച്ച് നിൽക്കാനായിട്ടുള്ള ഒരു വാസന അതെങ്ങനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും മനുഷ്യനിൽ? അതിനനുസരിച്ചുള്ള ജീവിത രീതികൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? ഇതൊക്കെ ആണ് നമ്മൾ ഈ വലിയ മഹാമാരികളെ, പ്രളയമായാലും കോവിഡായാലും എന്ത് മഹാമാരി വരുമ്പോഴും അതിനെ നേരിടാനായിട്ട് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ വാസന. അപ്പോൾ അത് സമൂഹം മനുഷ്യനെ എന്ന് ഏറ്റവും നന്നായിട്ട് വികസിപ്പിക്കുന്നു, അതനുസരിച്ച് നമുക്ക് ഇതെല്ലാം നേരിടാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അതിന് ഒഴിവാക്കാനും സാധിക്കും ഈ മഹാമാരികൾ. അതെ. അതുപോലെ ഈ നിലാനിർജ്ജരി എന്ന കവിതാ സമാഹാരത്തിൽ തന്നെ നമ്മൾ ഈ സിസിഫസ് എന്നൊരു കവിത, താങ്കളുടെ ഒരു കവിതയുണ്ട്. അത് ബുദ്ധിശാലി എന്ന അഹംഭാവത്തിന് കിട്ടുന്ന ശിക്ഷയാണ്. ഉന്നതമായ കുന്നിന് മുകളിലേക്ക് വലിയൊരു പാറകഷ്ണം ഉയർത്തി എത്തിക്കുമ്പോൾ ശിക്ഷിക്കപ്പെട്ട ഗ്രീക്ക് പുരാണത്തിലെ രാജാവാണ് സിസിഫസ്. ഇത് എഴുതാനുണ്ടായ ഇതിനെ തന്നെയാണോ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്നത്? ഈ നാറാണത്ത് ഭ്രാന്തൻ്റെ ഒരു പാരലാണ് ഈ ഗ്രീക്ക് പുരാണത്തിലെ സിസിഫസ്.
ആ ഒരു രാജാവാണ്. അയാൾ വളരെയധികം ഒരു അഹങ്കാരിയായിട്ട് മാറിയതുകൊണ്ട് സ്യൂസ് അയാൾക്ക് ശിക്ഷ കൊടുത്തു. ഷേക്സ്പിയർ ഇതിനെക്കുറിച്ച് ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്. ബട്ട് മാൻ പ്രൗഡ് മാൻ, ഇതിനെക്കുറിച്ചല്ല, ഓരോരുത്തർ എഴുതിയിട്ടുണ്ട്. ബട്ട് മാൻ പ്രൗഡ് മാൻ ട്രസ്റ്റ് ഇൻ എ ലിറ്റിൽ ബ്രീഫ് അതോറിറ്റി, മോസ്റ്റ് ഇഗ്നറൻറ്റ് ഓഫ് വാട്ട് ഈസ് മോസ്റ്റ് അഷ്വേർഡ് ഈസ് ഗ്ലാസി എസൻസ്, ലൈക്ക് ആൻ ആംഗ്രി ഏപ്പ് പ്ലേസ് സച്ച് ഫെൻറ്റാസ്റ്റിക് ട്രിക്സ് ബിഫോർ ഹൈ ഹെവൻ ആസ് മേക്ക് ദ ഏഞ്ചൽസ് വീപ്പ് എന്നാണ്. അപ്പം ഈ സിസിഫസ് ഇങ്ങനെ വലിയ അങ്ങനെ കാണിച്ചുകൊണ്ട് ഇയാളോട് പിന്നെ ഒരു കല്ല് ഉരുട്ടി മുകളിലോട്ട് കൊണ്ടാണ് ശിക്ഷ കൊടുത്തു. അവിടെ ചെല്ലുമ്പോൾ ഈ കല്ല് താഴോട്ട് വരും. അതാണ് കല്ലിൻ്റെ മനഃപൂർവ്വം ഉരുട്ടി എങ്ങനെ കൊണ്ടുപോയാലും മുകളിൽ ചെല്ലുമ്പോൾ താഴോട്ട് വരും. ആ രീതിയിലാണ് അത് അങ്ങനെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പം ഇയാളിത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ലൈഫ് ലോങ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര ചെയ്താലും എത്തില്ല മുകളിൽ. ഇത് മനുഷ്യ ജീവിതത്തെ ബന്ധിപ്പിക്കുന്നതാണോ, ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തെ ബന്ധിപ്പിക്കും? ഇത് മനുഷ്യൻ്റെ മൊത്തം ജീവിതത്തിൻ്റെ ഒരു സിമ്പലാണ്, ഒരു പ്രതിരൂപമാണ്. നേർക്കാഴ്ച. അത് മനുഷ്യ സമൂഹത്തിൻ്റെയാണ്, ഒരു വ്യക്തിയുടെ മാത്രമൊന്നുമല്ല. അത് ഈ മനുഷ്യൻ്റെ സമൂഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു പ്രക്രിയയാണ്. അതായത് ആഗോളതലത്തിൽ മനുഷ്യ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ കാര്യമാണ്. ഈ കല്ലിങ്ങനെ ഉരുട്ടി മുകളിൽ കൊണ്ടില്ല, അപ്പോൾ അത് മൊത്തം താഴേക്ക് വരും, പിന്നെ ഉരുട്ടിക്കൊണ്ടിരിക്കുക, മുകളിൽ കൊണ്ടുപോകുക. ഈ പ്രവർത്തനമാണ് മനുഷ്യ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കല്ല് ഉരുട്ടി കുറച്ച് മുകളിലേക്ക് കയറി കഴിയുമ്പോൾ അത് വളരെ വലിയ നേട്ടമായിട്ട് നമുക്ക് തോന്നും. താഴെ ഇരിക്കുന്ന കല്ല് ഒരു 10 മീറ്റർ കയറ്റി കഴിയുമ്പോൾ വളരെ വലിയ നേട്ടമായിട്ട് തോന്നി. നമ്മൾ ലോകം മുഴുവതിനെക്കുറിച്ച് വലിയ ആഹ്ലാദിക്കും എന്നുള്ളത് ശരിയാണ്. അത് കഴിഞ്ഞ് മുകളിൽ ചെന്ന് ചെയ്ത് താഴോട്ട് വരികയും പിന്നെ ഉരുട്ടുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ആ രീതിയിലുള്ള ഒരു ഫിലോസഫിക്കൽ വ്യൂ ഉണ്ടെങ്കിൽ മനുഷ്യന് കുറച്ചുകൂടെ എന്തിനാണ് ഈ ശിക്ഷ കൊടുത്തേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ സ്ഥിതിയെക്കുറിച്ച് ഈ കല്ലുരുട്ടി മുകളിലേക്ക് കൊണ്ടുവന്ന യാത്രയിൽ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും അതിനെ ഫിലോസഫിക്കലായിട്ട് നോക്കിക്കാണാനും, അങ്ങനെ ഫിലോസഫിക്കലായിട്ട് നോക്കിക്കാണുന്നതിലൂടെ കൂടുതൽ വിസ്ഡം ആർജിക്കാനും, അങ്ങനെ സ്വന്തം മനുഷ്യ സ്വഭാവത്തെ ഉയർത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശിക്ഷ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രക്രിയയാണ് മനുഷ്യ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്ര നേരത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ താങ്കളിലൊരു കവി മാത്രമല്ല, ഒരു അഡ്മിനിസ്ട്രേറ്റർ മാത്രമല്ല, ഒരു ശാസ്ത്രജ്ഞൻ മാത്രമല്ല, ഒരു ഫിലോസഫറാണ് കൂടുതലായിട്ട് കുടികൊള്ളുന്നതെന്നാണ് എനിക്ക് ബോധ്യമായത്. താങ്കളുടെ റിസർച്ച് വർക്കുകളെ പറ്റിയെന്ന് പറയാം. എൻ്റെ PhDക്ക് ഞാൻ എടുത്ത റിസർച്ച് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടൊരു അതും ഊർജ്ജം, ഇന്ത്യയിലെ ഉപയോഗം തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതായത് ക്ലൈമറ്റ് ചേഞ്ച്, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് ഊർജ്ജത്തിൻ്റെ ഉപയോഗമാണ്. ഊർജ്ജം നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു, അതിലാണ് ഈ കാലാവസ്ഥ മുഴുവൻ നിൽക്കുന്നത്. കാരണം ഈ കാലാവസ്ഥയെ താളം തെറ്റിക്കുന്നത് മനുഷ്യൻ ഊർജ്ജം ഉപയോഗിക്കുന്നതാണ്. കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കാൻ നമുക്ക് കൂടുതൽ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യാനും പ്രകൃതിയെ ഉപയോഗിക്കാനുമായിട്ട് കൂടുതൽ ഊർജ്ജം വേണം. എത്രയോ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഊർജ്ജത്തിൻ്റെ സ്രോതസ്സായിട്ട്, അതിൻ്റെ ഉറവിടമായിട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്നത് എല്ലാ ഊർജ്ജത്തിൻ്റെയും സ്രോതസ്സ് സൂര്യനാണ്, ഭൂമിയിൽ. അതല്ലാതെ ഒരു സ്രോതസ്സും ഇല്ല. പക്ഷേ ആ സൂര്യൻ്റെ ഊർജ്ജം ഭൂമിയിൽ ഘനീഭവിച്ച് കിടക്കുന്ന ചില ഫോഴ്സുകളുണ്ട്. ആ ഊർജ്ജം ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, അതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് കൈയടക്കും. അപ്പോൾ നമുക്ക് ഒത്തിരി ഊർജ്ജം കിട്ടും. പെട്രോളിയം അല്ലെങ്കിൽ കോൾ, ഇതിലൊക്കെ ഊർജ്ജം പ്രകൃതി മില്യൺസ് ഓഫ് ഇയേഴ്സായിട്ട് സംഭരിച്ച് വെച്ചിരിക്കുന്ന, അതെല്ലാം എടുക്കുന്നു, അതെല്ലാം ഒറ്റയടിക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ഉടനെ നമുക്ക് കൂടുതൽ ഊർജ്ജം കിട്ടും, നമുക്ക് സന്തോഷമാകുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ ഊർജ്ജം ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് ഊർജ്ജ ഉപഭോഗം പല രീതിയിൽ നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്യണം. ഓപ്റ്റിമൈസ് ചെയ്യണമെന്ന് വെച്ചാൽ ഏത് ഉറവിടത്തിൽ നിന്ന് നമ്മൾ ഊർജ്ജം ഉണ്ടാക്കണം, അതിന് ഇപ്പോൾ ചിലവ് വ്യത്യാസം വരും. അപ്പം എങ്ങനെ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്ന രീതിയിൽ നമ്മുടെ ഊർജ്ജത്തിൻ്റെ ഉപയോഗം നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അത് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഊർജ്ജ ഉപയോഗ ലക്ഷ്യങ്ങൾ നേടുന്ന രീതിയിൽ, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്ന രീതിയിൽ, നമുക്കിടെ സാമ്പത്തിക വികസനം ലക്ഷ്യങ്ങൾ നേടുന്ന രീതിയിൽ എല്ലാം ഊർജ്ജം ഉപയോഗിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഏറ്റവും ഓപ്റ്റിമമായിട്ട്, ഏറ്റവും നല്ല രീതിയിൽ ഏതൊക്കെ ഊർജ്ജം എത്ര അളവിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം, അതെങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യും. അതാണ് എൻ്റെ റിസർച്ച് സബ്ജക്റ്റ്. അതാണ് ഞാനെടുത്തത്. അപ്പം എൻ്റെ റിസർച്ച് സബ്ജക്റ്റ് അതിനൊരു മോഡലൊക്കെ ഉണ്ട്. അതൊക്കെ ഗണിതശാസ്ത്രമാണ് അതിൽ കൂടുതൽ. അപ്പോൾ ഗണിതശാസ്ത്രത്തിൻ്റെ ഞാൻ കമ്പ്യൂട്ടർ വെച്ച് മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്, മെത്തേഡ്.
ആ രീതി നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് പറയും ഇന്ന രീതിയിലുള്ള ഊർജ്ജം നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ ഇത്ര പെർസെൻറ്റേജ് അത് നേടാൻ നോക്കണം, ഇന്ന ഊർജ്ജത്തിന് ഇത്ര പെർസെൻറ്റ് വേണം. അങ്ങനെയുള്ള ആ നമ്പറുകളായിട്ട് നമുക്ക് ആ മോഡലിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി താങ്കൾ ഇപ്പോൾ വിശദമായിട്ട് സൂചിപ്പിച്ചു. നമ്മുടെ കേരളത്തിലെ സ്ഥിതി എന്താണ്? ഇപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, പുതുവൈപ്പ് ഭാഗത്ത് അവിടെ കടൽ പഴയ കാലത്ത് നമുക്ക് തന്ന ഭൂമി കടൽ ഇപ്പോൾ തിരിച്ച് ചോദിക്കുകയാണ്. അവർ കടൽ അന്വേഷിച്ച് വരികയാണ് ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ജനവാസം തിങ്ങി നിറഞ്ഞിരിക്കുന്നു ഏതാണ്ട് ഭാഗത്ത്. പക്ഷേ അവിടേക്ക് വെള്ളം പതുക്കെ കയറി വരികയും തടാകങ്ങൾ സൃഷ്ടിക്കുകയും ആളുകൾ വെള്ളത്തിലേക്ക് പതുക്കെ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയും വന്നിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ സ്ഥിതി അതാണ്. കൊച്ചിയിൽ ചില പ്രശ്നങ്ങൾ വരുന്നു, അന്തരീക്ഷ മലിനീകരണം വരുന്നു. ഡൽഹിയിൽ വളരെയധികം അന്തരീക്ഷ മലിനീകരണം വരുന്നു. ഇത് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയാണോ? അതെ, അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഈ വാതകം അത് നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുന്നു. അതൊരു ഗ്രീൻ ഹൗസ് വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിൻ്റെ അളവ് കൂടി കഴിയുമ്പോൾ നമ്മുടെ ഊഷ്മാവ് ഉയരുന്നു. കാരണം അത് ഗ്രീൻ ഹൗസ് വാതകം, കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സൂര്യനിൽ നിന്ന് വരുന്ന താപം പുറത്തേക്ക് അധികം പോകാൻ സമ്മതിക്കാതെ അതിനെ ഇവിടെ തന്നെ തടഞ്ഞു നിർത്തുന്നതുകൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ ഊഷ്മാവ് ഉയരും. അതിൻ്റെ ഭാഗമായിട്ട് ജലനിരപ്പ് സമുദ്രത്തിൽ ഉയരുന്നു. അതിൻ്റെ കാരണം ജലനിരപ്പ് സമുദ്രത്തിൽ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഊഷ്മാവ് ഉയർന്നു കഴിഞ്ഞാൽ ഈ ജലത്തിൻ്റെ സാന്ദ്രതയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് കൂടുതൽ വ്യാപ്തം വേണ്ടി വരും. ഉയർന്ന ഊഷ്മാവിലെ ജലത്തിന് താഴ്ന്ന ഊഷ്മാവിലെ ജലത്തേക്കാൾ കൂടുതൽ വ്യാപ്തം വേണ്ടി വരും. അങ്ങനെ വരുന്നതുകൊണ്ട് സമുദ്രത്തിലെ ജലനിരപ്പ് ഉയർന്നു വരും. അതുകൂടാതെ ഊഷ്മാവ് ഉയരുമ്പോൾ ചിലപ്പോൾ ഈ മഞ്ഞുപാളികൾ ഉരുകും. അപ്പോഴും വെള്ളം കൂടുതൽ വരും. അതിൻ്റെ ഭാഗമായിട്ട് ജലനിരപ്പ് ഉയരും. അപ്പോൾ അങ്ങനെ ജലനിരപ്പ് സമുദ്രത്തിൽ ഉയർന്നു വരുമ്പം കരയിലേക്ക് കയറാനുള്ള ഒരു പ്രശ്നം വരും. അതുകൊണ്ട് കൊച്ചിയൊക്കെ 2050 ആകുമ്പോഴേക്കും പിന്നെ കുറേ ഭാഗം വെള്ളത്തിൻ്റെ താഴെ പോകുന്നൊക്കെ ഒരു പ്രവചനമുണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്ഥിതിവിശേഷത്തിൽ നമ്മൾ മനുഷ്യൻ്റെ ജീവിതത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ, അതിന് സാങ്കേതികവിദ്യ വളരെ സഹായിക്കും. അപ്പോൾ നമ്മൾ സാങ്കേതികവിദ്യയുടെ ഉദ്ദേശം മനുഷ്യനതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പണ്ട് ഐസാക് അസിമോവ് പറഞ്ഞിട്ടുണ്ട്. ദി സാഡസ്റ്റ് ആസ്പെക്ട് ഓഫ് ലൈഫ് ടുഡേ ഈസ് ദാറ്റ് സയൻസ് അക്വയേഴ്സ് നോളജ് ഫാസ്റ്റർ ദാൻ സൊസൈറ്റി അക്വയേഴ്സ് വിസ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിന് വിസ്ഡം നേടുന്നതിലും വേഗത്തിൽ ശാസ്ത്രത്തിന് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ശാസ്ത്രം ഈ അറിവ് വിനാശകരമായിട്ട് ഉപയോഗിക്കുകയും സമൂഹത്തിനത് ഉപയോഗമില്ലാതെ അത് ഡിസ്ട്രക്റ്റീവായിട്ട് മാറുകയും എന്നുള്ളതാണ്. അപ്പം ശാസ്ത്രത്തിന് നമുക്ക് അറിവ് എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം, ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ദിശ മുഴുവൻ നമുക്ക് എങ്ങനെ സമൂഹത്തിന് പോസിറ്റീവ് ആവുന്ന രീതിയിൽ സംവിധാനം ചെയ്യാം. ഇപ്പോൾ ജീവിതത്തിന് പോസിറ്റീവ് ആവുന്ന രീതിയിൽ മാത്രം സയൻസും ടെക്നോളജി ഉപയോഗിക്കുന്നു വിചാരിച്ചാൽ നാളെ ഈ ഇത്തരം ചലഞ്ച് വെല്ലുവിളിയൊക്കെ നേരിടാൻ മനുഷ്യന് സാധിക്കും. പക്ഷേ മനുഷ്യൻ അതിന് പകരം കൂടുതൽ യുദ്ധം ചെയ്യുക, അത്തരം പ്രവണതകൾ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഒരു നാത്മകമാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് 2 ഭാഗമുണ്ടല്ലോ. അതിനെന്താണ് മലയാളം? അതിന് ഞാൻ ഉപയോഗിക്കുന്നത് സകാരാത്മകം എന്നാണ് പോസിറ്റീവ്, നകാരാത്മകം നെഗറ്റീവ്. ഈ സകാരാത്മകം മുഴുവൻ പറയാൻ പറ്റാത്തതുകൊണ്ട് സാത്മകം എന്ന് പറഞ്ഞാൽ മതിയിട്ട് ഞാനിങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കിയിരിക്കുക. സാത്മകമായിട്ട് നമുക്ക് ജീവിതത്തിനെ പോസിറ്റീവായിട്ടെന്നാണ് അതിൻ്റെ അത് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. സയൻസിനെ, ടെക്നോളജിയെ എല്ലാം സാത്മകമായിട്ട് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ അതനുസരിച്ച് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇപ്പോൾ ജീവിതശൈലിയിലും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ, ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ, ചിന്തയിലും അത്തരം മാറ്റങ്ങൾ വരുത്തിയാൽ തീർച്ചയായിട്ടും ഈ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ നേരിടാൻ ഒരു പ്രയാസമില്ല. ഈ പോസിറ്റീവായിട്ടുള്ള ചിന്ത ഇല്ലായിരുന്നുകൊണ്ടാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ മനുഷ്യൻ പോസിറ്റീവ് ആവാൻ നിർബന്ധിതനായിരിക്കുന്നു. നമ്മുടെ വികസനവും, അതായത് വ്യവസായ വികസനവും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയും? അത് കുറച്ച് സൗഹൃദപരമായിട്ട് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? പ്രകൃതി സൗഹൃദപരമായിട്ട് തന്നെ. അത് കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കണമെങ്കിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നിർഗമനം കുറയ്ക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഊർജ്ജത്തിൻ്റെ സ്വഭാവം മാറ്റണം. ഊർജ്ജത്തിൻ്റെ സ്വഭാവം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടാത്ത ഊർജ്ജം ഉപയോഗിക്കണം. അതിനുള്ള ഊർജ്ജം എല്ലാവർക്കും അറിയാം, റിന്യൂവബിൾ എനർജി ഉപയോഗിക്കണം. അതായത് സോളാർ അല്ലെങ്കിൽ വിൻഡ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എനർജി സോഴ്സ് മാത്രമായിട്ട് നമ്മൾ കേരളത്തിൽ അതിനുള്ള സാധ്യതകളുണ്ടോ? കേരളത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത അതിനാണ്. പിന്നെ കാരണം നമുക്ക് നല്ല ഹൈഡൽ പവർ ധാരാളമുണ്ട്. 30% നമുക്ക് ഈ
ഹൈഡൽ എനർജിയാണ്. പിന്നെ നമുക്ക് സോളാറുണ്ട്, നമുക്ക് വിൻഡിൻ്റെ പൊട്ടൻഷ്യലുണ്ട്, നമുക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ ഈ ഓഫ് ഷോറിലുണ്ട്. ഇത്രയും 600 കിലോമീറ്ററോളം കോസ്റ്റ് ലൈൻ ഉള്ളതുകൊണ്ട് ഈ നമുക്ക് ഓഫ് ഷോർ വിൻഡ് പ്രോജക്റ്റിന് വലിയ പൊട്ടൻഷ്യലുണ്ട്. പിന്നെ നമുക്ക് പമ്പ്ഡ് സ്റ്റോറേജിന് പൊട്ടൻഷ്യലുണ്ട്. നമുക്ക് വളരെ കേരളത്തിന് 2040 ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് ഈ റിന്യൂവബിൾ എനർജിയാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ മനുഷ്യൻ്റെ ജീവിത ശൈലിയിൽ നമുക്ക് ഊർജ്ജം എന്ന് പറയണത് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറണം. അതും ആവശ്യമാണ് മനുഷ്യൻ. എല്ലാം ആധുനിക മനുഷ്യൻ ഇനി ഈ നൂറ്റാണ്ടിൽ വലിയ മാറ്റങ്ങൾക്ക് ജീവിതം വിധേയമാവും. ഇത്ര നേരം നമ്മൾ സർവീസസിനെ കുറിച്ച് സംസാരിച്ചു, ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിച്ചു, ആൻഡ് മോർ ദാൻ ദാറ്റ് ഫിലോസഫി, വളരെ ഗഹനമായ വളരെ ആഴത്തിൽ സംസാരിച്ചു. തിരിച്ചു വരാം, നമ്മുടെ മലയാള സാഹിത്യത്തെക്കുറിച്ച്, മലയാള സാഹിത്യ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. താങ്കളുടെ വായനയുടെ ആഴം എങ്ങനെയാണ്? ഈ മലയാളത്തിൻ്റെ ഈ കവിതകൾ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ പോലെ വലിയ പ്രിയപ്പെട്ടതായിരുന്നു. മലയാള ഭാഷയോട് എനിക്ക് താല്പര്യം വരാൻ തന്നെ കാരണം ഈ കവിതകളാണ്. അപ്പോൾ ഈ സ്കൂളിലെ ഈ പാഠപുസ്തകത്തിലെ കവിതകളിൽ നിന്നാണ് നമ്മൾ കൂടുതൽ കവിത പഠിച്ചു തുടങ്ങിയത്. ഈ ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം അന്ന് 10ാം ക്ലാസ്സിലുള്ളൊരു കവിതയാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഈ കവിത കണ്ടിട്ട് അത് പല പ്രാവശ്യം വായിച്ചപ്പോൾ അതെനിക്ക് മുഴുവൻ ഹൃദയസ്ഥമായി. അതുപോലെ എല്ലാ കവിതകളും ഇങ്ങനെ കുറേ വായിക്കുമ്പോൾ തന്നെ അങ്ങ് ഹൃദയസ്ഥമാവും. അങ്ങനെയായി ശ്ലോകങ്ങളെല്ലാം കാണാൻ ഇങ്ങനെ ഹൃദയസ്ഥമായതുകൊണ്ടാണ് അക്ഷരശ്ലോകത്തിനൊക്കെ പോകാൻ തുടങ്ങിയത്. ഇപ്പോൾ മലയാള കവിതയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് മലയാളം ഒരു കാവ്യഭാഷയാണെന്നുള്ളതാണ്. ഒരു താളമുള്ള ഭാഷയാണ്. അത് സംസ്കൃതത്തിലെ എല്ലാ താളവും വൃത്തവും അതുപോലെ തമിഴിൻ്റെ താളവും എല്ലാം ഒരുമിക്കുന്ന ഒരു ഭാഷയാണ്. അതുകൊണ്ട് ഇപ്പോൾ വള്ളത്തോൾ പറഞ്ഞിരിക്കുന്നത് സംസ്കൃത ഭാഷ തൻ സ്വാഭാവിക ഔജസ്സും സാക്ഷാൽ തമിഴിൻ്റെ സൗന്ദര്യവും ഒത്തുചേർന്നുള്ളൊരു ഭാഷയാണെൻ ഭാഷ, മത്താടിക്കൊള്ളുക അഭിമാനമേ നീന്നാണ്. അപ്പം അതുകൂടാതെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പലതും മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മയെന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നത് ഒന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്നൊക്കെ. അല്ലെങ്കിൽ അക്കിത്തം പറഞ്ഞിട്ടുണ്ട് ഒരിടത്ത്, സ്നേഹത്തിൽ നിന്നുദിക്കും മാതൃഭാഷ താൻ, സ്നേഹത്താൽ വർദ്ധിച്ചിടുന്ന ഭാഷ, സ്നേഹത്താൽ മൃത്യുവിൻ ദ്വീപിലും സ്വർഗീയ ഗേഹം പണിയുന്ന മാതൃഭാഷ എന്നാണ് അക്കിത്തവും പാടിയിരുന്നു. അപ്പോൾ നമ്മൾ ഈ മലയാളത്തിൻ്റെ ഈ താളത്തിൻ്റെ ശേഷി അത് അതിൻ്റെ കവിതയിൽ വളരെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മധുസൂദനൻ നായർ ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത്, അക്ഷരം 2 തൊടുമ്പോഴേ താളം, സ്വരക്ഷയം വന്നാൽ തുരർത്ഥ വേതാളം എന്നാണ്. മലയാളത്തിൽ 2 അക്ഷരം തൊട്ട് കഴിഞ്ഞാൽ അവിടെ താളവും സംഗീതവും വരും. അതങ്ങനെ ഒരു ഭാഷയാണ്. അപ്പോൾ അത് മലയാള കവിതയിൽ ഈ മനോഹരമായ താളവും അതോടൊപ്പം തന്നെ മനോഹരമായ അർത്ഥവുമൊക്കെ സമ്മേളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാവം, ഒരു ജീവൻ, അതൊക്കെ മലയാള കവിതയ്ക്ക് പണ്ടേ ഉണ്ട്. ഈ മലയാള ഭാഷയുടെ തുടക്കം തന്നെ ഈ പാട്ടിലാണ്. അന്നത്തെ കാലത്ത് നമുക്ക് ഭാഷയുടെ വികസനം നോക്കിയാലും ഈ പാട്ടിലൂടെയാണെന്ന് മനസ്സിലാകാൻ പറ്റും. അതുപോലെ തുടക്കത്തിൽ ഇപ്പോൾ ഈ പാട്ടെന്ന് പറഞ്ഞാൽ അത് സന്ദേശകാവ്യം, അല്ലെങ്കിൽ പിന്നെ ഒന്ന് നീലി സന്ദേശം, വഞ്ചിപ്പാട്ട്, തുള്ളൽപ്പാട്ട്, പിന്നെ ഖണ്ഡകാവ്യം അല്ലെങ്കിൽ മഹാകാവ്യം, പിന്നെ പലതരത്തിലുള്ള നാടൻ പാട്ടുകൾ. നമ്മുടെ വള്ളത്തോളായി പറഞ്ഞ നമ്മുടെ മാതാവ് കൈരളി പണ്ടൊരു പൊന്മണി പൈതലായി വാണകാലം, യാതൊരു ചിന്തയുമില്ലാതെ കേവലം ചേതസി തോന്നിയ മാതിരിയിൽ ഏടലർ ചെങ്കാൽ ചിലങ്ക കിലുങ്ങുമാർ ഓടിക്കളിച്ചു രസിച്ച കാലം, പെറ്റമ്മ തന്നെ വെൺമുലപ്പാൽ തീരെ വറ്റിയിട്ടില്ലാത്ത പൂങ്കണ്ടത്താൽ പാടിയിരുന്ന പഴങ്കഥപ്പാട്ടുകൾ പാൽക്കുഴമ്പല്ലോ ചെകിട്ടിനെല്ലാം എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ നാടൻ പാട്ടുകൾ ഇങ്ങനെ അല്ലെങ്കിൽ കൃഷിപ്പാട്ട്, അല്ലെങ്കിൽ പാടത്തുള്ള പാട്ട്, വഞ്ചിപ്പാട്ട്, പിന്നെ ഇതുപോലെ സന്ദേശകാവ്യം, ഇങ്ങനെ കാവ്യങ്ങളിലൂടെ ആട്ടക്കഥ, തുള്ളൽപ്പാട്ട്, ഇങ്ങനെ വന്ന കാവ്യങ്ങളിലൂടെ വികസിച്ച ഒരു പാട്ടിലൂടെ വികസിച്ച ഒരു കാവ്യശൈലിയാണ് മലയാളത്തിനുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ചങ്ങമ്പുഴ നമ്മുടെ കാവ്യ നർത്തകി എന്നല്ലേ പറയുന്നത്. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പൂപ്പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയാടയിൽ ഒളിയലകൾ മിന്നി അഴകൊരുടലാർന്ന പോലെ അങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്ന ഈ മഹിതേ മമ്മ മുന്നിൽ നിന്നു നീ മലയാള കവിത എന്നാണ് പറയുന്നത്.
കവിതയ്ക്ക്, മലയാള കവിതയ്ക്ക് ഇങ്ങനെ ഒരു താളബോധവും ഉള്ള അത് ഇപ്പോൾ ഉള്ളൂരിൻ്റെ ഈ കവിതയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിരിക്കുന്നത്, ഈ സ്കൂളിൽ ഈ കവിത ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ വിദ്യാഭ്യാസത്തിനും മനുഷ്യൻ്റെ ബുദ്ധി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഹൃദയം, ഹെഡ് ആൻഡ് ഹാർട്ടാണല്ലോ, ഈ ഹൃദയ അവബോധം, സഹജാവബോധം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടിയാണ്. മനുഷ്യൻ്റെ ആ ഒരു വികസനത്തിന് ഈ സാഹിത്യത്തിന് വലിയ പങ്കുണ്ട്, പ്രത്യേകിച്ച് കവിതയ്ക്ക്. ഉള്ളൂരിൻ്റെ ഈ പ്രേമസംഗീതം എന്ന് പറഞ്ഞ ഒരു കവിതയിൽ ഇല്ലാത്ത യാതൊരു മാനുഷിക മൂല്യങ്ങളും ഇല്ല. ഒറ്റ കവിതയിൽ ഒരു ജീവിതത്തിന് വേണ്ട എന്തെല്ലാം മാനുഷിക മൂല്യങ്ങളുണ്ട് അത് മുഴുവൻ ഈ ഒരു കവിതയിലുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറെ മനുഷ്യ ജീവിതത്തിൻ്റെ വേറൊരു മൂല്യങ്ങളും ഇല്ല. അത്ര മനോഹരമാണത്. ഇപ്പോൾ കവിത്രയങ്ങളിൽ ഉള്ളൂരിനെ പറ്റി പറഞ്ഞു, വള്ളത്തോളിനെ പറ്റി താങ്കൾ പറഞ്ഞു, കുമാരനാശനെ പറ്റി, കുമാരനാശൻ്റെ കവിതകളെ പറ്റി. കുമാരനാശൻ്റെ കവിതകളാണ് മനുഷ്യന് മലയാളത്തിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടികൾ എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതകളാണ് ഈ എൻ്റെ ആ പുസ്തകം രാമാനുതാപം. അത് കുമാരനാശാന് ഞാൻ ചിന്താവിഷയായ കാരണം അതിൻ്റെ ഒരു പ്രത്യേകത, കുമാരനാശാൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമാരനാശാൻ്റെ ഒരു പുസ്തകം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു വാക്കുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാവശില്പമാണ്. മൊത്തം ഒരു കാര്യം, ഒരു വലിയൊരു ഭാവശില്പം സങ്കല്പിച്ച് അതിൽ വാക്കുകൾ ഫിറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് കുമാരനാശാൻ്റെ കവിത. വാക്കുകളിൽ നിന്ന് ശില്പം ഉണ്ടാക്കുകയല്ല, തിരിച്ചാണ്. കുമാരനാശാൻ മനസ്സിലൊരു വലിയൊരു ഭാവശില്പം സങ്കല്പിക്കുന്നു, എന്നിട്ട് ആ ശില്പത്തിനനുസരിച്ച് അവിടെ ഇവിടെയൊക്കെ വാക്കുകൾ ഇങ്ങനെ വന്നു ചേരുന്നു. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് മൊത്തം ഒരു ഭാവം കിട്ടുന്നു ഒരു കവിത. അപ്പം ലീല മൊത്തം ഒന്ന് കേട്ട് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ഭാവമുണ്ട്, ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാവമുണ്ട്. അതുപോലെ നളിനി കേട്ട് കഴിയുമ്പോൾ കിട്ടുന്ന സ്നേഹത്തിൻ്റെ വേറെ ഒരു ഭാവമുണ്ട്. കുമാരനാശൻ്റെ ഓരോ കവിതയും സ്നേഹത്തിൻ്റെ ഒരു ഭാവശില്പമാണ്. അത് ഒരു തരം സ്നേഹമല്ല. ഇപ്പം നളിനിയിലുള്ള സ്നേഹത്തിൻ്റെ ഭാവശില്പം വേറെ ഒരു കവിതയിലില്ല. അത് അതിൻ്റെ യുണീക്കാണ്, അതിൽ മാത്രമേ ഉള്ളത്. ഈ സമകാലിക കവികളിൽ പ്രിയപ്പെട്ടവരാരൊക്കെ? മലയാള സാഹിത്യത്തിലെ എല്ലാ കാലഘട്ടത്തിലുമുള്ള കവികളെ എനിക്ക് പരിചയമുണ്ട്. വളരെ പ്രിയപ്പെട്ട കവികളാണ് എല്ലാ കാലഘട്ടത്തിലും ഉള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കവിത്രയങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജി ശങ്കരക്കുറുപ്പ് ഒരു നല്ല മനോഹരമായ പല കവിതകളും എഴുതിയിട്ടുള്ള ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ പല കവിതകളും ഉണ്ടല്ലോ. അതായത് ഈ പിന്നെ ശിവതാണ്ഡവോ, അല്ലെങ്കിൽ പിന്നെ ഇന്ന് ഞാൻ നാളെ നീ, അല്ലെങ്കിൽ ഈ ഒത്തിരി കവിതകൾ, ഈ ഓടപ്പള്ളിയിലുള്ള കവിതകൾ, ഈ ഒരു തൂപ്പുകാരിയെക്കുറിച്ച് പോലും ഒരു കവിതയുണ്ട്. അല്ലെങ്കിൽ ആരാമത്തിൽ ചെന്നു ഞാൻ ആരാമത്തിൽ നവ്യമാം പ്രഭാതത്തിൽ പൊന്നു വാഗ്ദാനം കൊണ്ട് ദിങ്മുഖം തൊടുത്തപ്പോൾ ചിത്രമാം ചിലന്തിതൻ വലയം ഒരു ചിലന്തിയെക്കുറിച്ചൊരു കവിതയാണ്. വലയം നാകാശത്തിൽ എത്രയും വിശാലമായി ഉല്ലസിക്കുന്നു തോപ്പിൽ എന്നുവെച്ചാൽ ഒരു വലിയ ഏകാധിപതിയെക്കുറിച്ചുള്ളൊരു കവിതയാണ്. അങ്ങനെ പല കവിതകളും. നിമിഷത്തിനെക്കുറിച്ചുള്ളൊരു കവിതയുണ്ട്. പിന്നെ ഹാരി അൻഡിവളുടെ രൂപമെന്നാലിൽ തുപ്പുകാരിതൻ എന്ന് പറഞ്ഞിട്ടൊരു ധാരാളം നല്ല നല്ല കവിതകൾ. അതുപോലെ ഇടശ്ശേരിയുടെ കവിതകൾ വലിയൊരു ശക്തിയുള്ള മറ്റ് മനോഹരമായ കവിതകളാണ്. അതായത് മലയാളത്തിൽ അങ്ങനെ ഇടശ്ശേരിയുടെ കവിതകൾ, പിന്നെ കവിത്രയത്തിന് ശേഷം ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതകൾ, വൈലോപ്പിള്ളി, പിന്നെ ഇങ്ങ് വന്നു കഴിയുമ്പോൾ കുറുപ്പിൻ്റെ കവിതകൾ, പിന്നെ ഈ വയലാറിൻ്റെ കവിതകൾ, അതൊക്കെ എനിക്ക് ഒത്തിരി മനപ്പാടമായിട്ടുള്ള. വയലാറിൻ്റെ പാട്ടുകളെ സംബന്ധിച്ച് എന്ത്? വയലാറിൻ്റെ പാട്ടുകൾ ഒരു കവിതകളെ പോലെ. വയലാറിൻ്റെ ഒരു പാട്ട് താങ്കൾക്ക് വെറുതെ അത് മൂളാൻ പറ്റുമോ? കവിതകൾ വേണമെങ്കിൽ ഒത്തിരി എനിക്കറിയാം. അല്ല, ഒരു പാട്ട് മൂളാമോ? കവിത പോലെ മാത്രമല്ല, ഒരു പാട്ട് പോലെ. വയലാറിൻ്റെ കവിതകളിൽ ഈ വിശ്വതലത്തിൻ്റെ കർമ്മമേഖലകളിൽ ജീവിതം നോവുമ്പോൾ എന്നെ ആത്മാവ് നൊന്തിയിടുന്നു. മാനവ പ്രയത്നത്തിൻ ചുണ്ടുകൾ എങ്ങാഹ്ലാദ ഗാനവീജികൾ നെയ്വത് അവിടെ പാടുന്നു ഞാൻ. ഏഷ്യയിൽ, ആഫ്രിക്കയിൽ, യൂറോപ്പിൽ അധ്വാനത്തിൻ ശാശ്വത വസന്തങ്ങൾ എങ്ങെങ്ങു വിടന്നാലും എൻ്റെ ചേതനയിലെ രക്തനാടികൾക്കുള്ളിൽ ചെണ്ടുകൾ, വാടാമല്ലി ചെണ്ടുകൾ വിടന്നാടും. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നൊക്കെ ഉള്ള കവിതകളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ വാളല്ലൻ സമരായുധം ചണചണധ്വാനം മുഴക്കിയിടുവാനാളല്ല, എൻ കരവാള് വിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ. താളം, രാഗലയ ശ്രുതിസ്വരമിവയ്ക്കല്ലാതെ ഒന്നിനും ഇന്നോളക്കുത്തുകൾ കേൾക്കുവാൻ കഴിയുകയില്ല എൻ പ്രേമതീർത്ഥങ്ങളിൽ. അങ്ങനെ വയലാറിൻ്റെ ഒത്തിരി കവിതകളുണ്ട്.
പിന്നെ എനിക്ക് വയലാറിൻ്റെ ഈ പാട്ടുകൾ എനിക്ക് അങ്ങനെ അധികം കാണാറോ അത് ഞാൻ അറിയില്ല. എങ്കിലും കേൾക്കുമ്പോൾ വളരെ മനോഹരമാണ്. ഈ പാട്ടിനെന്താ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടൊരു കോണ്ടെക്സ്റ്റുലാണ്. ഒരു പ്രത്യേക ഒരു കോണ്ടെക്സ്റ്റിൽ സിറ്റുവേഷനില്ല. ആ സിറ്റുവേഷൻ നമുക്ക് കാണാനോ അല്ലെ അറിയാനോ പറ്റുന്നില്ലെങ്കിൽ ആ പാട്ട് മാത്രമായിട്ട് എടുക്കുമ്പോഴേ ആസ്വാദന ശേഷി കുറയും. കവിതയ്ക്ക് സിറ്റുവേഷനില്ല. കവിത ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റുമായിട്ടോ സിറ്റുവേഷനായിട്ടോ ഘടിപ്പിച്ച് വെച്ച സാധനമല്ല. അതിൻ്റെ കോണ്ടെക്സ്റ്റ് അതിൽ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഭാവശില്പമാണ്. ഈ പാട്ടെന്ന് പറയുന്നത് വേറെ ഏതോ ഒരു ശില്പവുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ അത് മാത്രം ഇങ്ങനെ അടർത്തി എടുത്തിട്ട് നോക്കി കഴിയുമ്പോൾ ഒരു ചെറിയ ആസ്വാദന പ്രശ്നമുണ്ട്. ഇപ്പോൾ വൈലോപ്പിള്ളിയെ പറ്റി പറഞ്ഞു, പിന്നെ കുഞ്ഞിരാമൻ നായരെ പറ്റി, പി കുഞ്ഞിരാമൻ നായരെ. ഞാൻ ഇതിൻ്റെ ഇടശ്ശേരിയുടെ ഇടയ്ക്ക് കണ്ണീരുപ്പു പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം. വളരെ മനോഹരമായ വരികളാണ്. ഇടയ്ക്ക് കണ്ണീരുപ്പു പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം, വിരോധിമാരെ നിങ്ങൾക്കായി ആശംസിപ്പൂ ഞാനിവയെ, വിശപ്പൊരിക്കലും ഏൽപ്പിക്കാത്തൊരു വിശേഷ ഭക്ഷണ വിഭവങ്ങൾ, വിയോഗമെന്തെന്നറിയാനൊരുതാത്ത വിഘ്നസിദ്ധ പ്രണയങ്ങൾ, ഒരിറ്റുനിണവും വീഴാതഴകോടൊഴിഞ്ഞു കിട്ടും വിജയങ്ങൾ, ഇടയ്ക്കു കണ്ണീരുപ്പു പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം, വിരോധിമാരെ നിങ്ങൾക്കായി ആശംസിപ്പൂ ഞാനിവയെ, വിശപ്പൊരിക്കലും ഏൽപ്പിക്കാത്തൊരു വിശേഷ ഭക്ഷണ വിഭവങ്ങൾ, വിയോഗമെന്തെന്നറിയാനരുതാത്ത വിഘ്നസിദ്ധ പ്രണയങ്ങൾ, ഒരിറ്റുനിണവും വീഴാതഴകോടൊഴിഞ്ഞു കിട്ടും വിജയങ്ങൾ, എനിക്കു രസമീ നിമ്നോന്നതമാം വഴിക്കു തേരുരുൾ വായിക്കാൻ, അതേതിരുൾക്കുഴി മേലുരുളട്ടെ വിടില്ല ഞാനീ രശ്മികൾ, എനിക്കു രസമത്യാസന്നോദയ വികാര വിപ്ലവ ദൃശ്യങ്ങൾ, അഗാധ ഹൃദയ ഹൃതമതനോദിത സൗന്ദര്യ പ്രതിഭാസങ്ങൾ. ഇതാണ് ഇടശ്ശേരിയുടെ കവിത. ചെന്താർ പൊയ്ക, ഇടശ്ശേരിയുടെ ശ്ലോകമാണ്. ചെന്താർ പൊയ്കയും അന്തിവിണ്ണും അഴകെന്നോതും കവിപ്രൗഢരെ താന്താൻ വഞ്ചിതരാകുവാൻ വിടുക, ഞാൻ ആളല്ല വാദിക്കുവാൻ, സ്വാന്താകർഷകമിങ്ങു നിൻ മധുരമാം സൗന്ദര്യമൊന്നേ, മുതാ ഭ്രാന്താളുമ്പോഴും കിടന്നലമുറക്കൊള്ളുമ്പോഴും മർത്യതേ എന്നാണ്. കവിതയെക്കുറിച്ചാണ് പറയുന്നത്. എനിക്ക് മർത്യതയാണ് എനിക്ക് വേണ്ടത്. ചെന്താർ പൊയ്കയും അന്തിവിണ്ണും അഴകെന്നോതും കവിപ്രൗഢരെ താന്താൻ വഞ്ചിതരാകുവാൻ വിടുക, ഞാൻ ആളല്ല വാദിക്കുവാൻ, സ്വാന്താകർഷകമിങ്ങു നിൻ മധുരമാം സൗന്ദര്യമൊന്നേ, മുതാ ഭ്രാന്താളുമ്പോഴും കിടന്നലമുറക്കൊള്ളുമ്പോഴും മർത്യതേ. ഇങ്ങനെയൊക്കെയാണ് ഇടശ്ശേരിയുടെ കവിത. അപ്പോൾ അത് വളരെ മനോഹരമായ. അതിന് ശേഷമുള്ള കാലഘട്ടത്തിലെ അതിന് ശേഷം ഇങ്ങോട്ട് വന്നു കഴിയുമ്പം നമുക്ക് ബാലമണിയമ്മ, പി കുഞ്ഞിരാമൻ നായർ, പി കുഞ്ഞിരാമൻ നായർ വളരെ മനോഹരമായ കവിതകൾ. പി കുഞ്ഞിരാമൻ നായരുടെ പ്രകൃതിയുടെ, അതുപോലെ ഈ മലയാളത്തിൽ ആർക്കും പ്രകൃതി വർണ്ണന നടത്താൻ പറ്റിയിട്ടില്ല പി കുഞ്ഞിരാമൻ നായരെ പോലെ. പൂനിലാ ഒളിയാം കാട്ടു പൂഞ്ചോല ചാർത്തിനപ്പുറം, തിങ്ങി നിൽക്കും മഹാരണ്യ ഗോപുരങ്ങൾക്കും അപ്പുറം, പൊൻതാഴിക കുടം ചാട്ടി നിൽക്കുന്നു ദേവപൂജതൻ വാദ്യഘോഷം മുഴങ്ങുന്ന വെളിച്ചത്തിൻ്റെ അമ്പലം, തിമിരം തിന്ന നേത്രങ്ങൾക്ക് ആലോകമരുളുന്നതാം പൊന്നമ്പലത്തിൽ വാഴുന്നു കലകൾക്കതിനാഥയാൾ, മാറി നിൽക്കുക രാവിൻ്റെ മഹിഷാസുര സൈന്യമേ, എഴുന്നള്ളുകയായി അർക്കചക്രമുദ്ര ധരിച്ചവൾ എന്നാണ്. ഇങ്ങനെയാണ് പി കുഞ്ഞിരാമൻ നായരുടെ കവിത. അത് വളരെ മനോഹരമാണ്. പിന്നെ നമുക്ക് ആധുനിക കാലഘട്ടത്തിലുള്ള കവികളുണ്ടല്ലോ, ONV കുറുപ്പ്, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, അങ്ങനെ വിജയലക്ഷ്മി, പല ആളുകളും നല്ല നല്ല കവികൾ, ടീച്ചറുടെ നല്ല മനോഹരമായ കവിതകളുണ്ടല്ലോ. ഈ കേട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈ മനുഷ്യ ജീവിതത്തിൻ്റെ ചില ഉത്തമമായ ഭാവങ്ങളുണ്ടല്ലോ, മനുഷ്യൻ്റെ മനസ്സിന് എത്തിപ്പെടാവുന്ന ചില ഉത്കൃഷ്ട ഭാവങ്ങളുടെ മേഖലകൾ കവിതകളിലൂടെ നമുക്ക് സ്വായത്തമാവും. ആ ഭാവങ്ങളല്ലാതെ കിട്ടുകയില്ല. ഇപ്പം കുമാരനാശാൻ്റെ വീണപൂവ് ഒരു പുസ്തകം വായിക്കും, അല്ലെങ്കിൽ കരുണ വായിക്കുന്നു, അല്ലെങ്കിൽ നളിനിയോ, അല്ലെങ്കിൽ ഒരു പുസ്തകം നമ്മൾ മുഴുവൻ വായിക്കുന്നു കേൾക്കുന്നു. അപ്പം നമ്മുടെ മനസ്സിലൊരു ഭാവമണ്ഡലം സൃഷ്ടിക്കപ്പെടും, ഒരു ലോകം. ആ ഭാവം ഒരു ഉത്കൃഷ്ടതയാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഉത്കൃഷ്ടതയാണ്. ആ ഭാവം അത് നോക്കിയാൽ മാത്രമേ വരുള്ളൂ. അത് വന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിന് ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല, ഒരു നോട്ടം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭാവം, അങ്ങനെ ഒരു മാനസിക ഭാവം ഉണ്ട് എന്ന് ആ വ്യക്തി അറിയുന്നില്ല. അപ്പം ആ മനസ്സിൻ്റെ ഉത്കൃഷ്ടത കുറയുന്നു.
അപ്പം മനുഷ്യൻ്റെ മനസ്സിനെ ഉയർന്ന തലങ്ങളിലേക്ക്, ഉത്കൃഷ്ടമായ ജീവിതത്തിൻ്റെ തലങ്ങളിലേക്ക്, ചില തലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു വഴിയാണ് ഈ കവിത, അല്ലെങ്കിൽ ഇതുപോലുള്ള സാഹിത്യമല്ല. ഇത് ഞാൻ കവിത വെച്ച് പറയുന്നത് എല്ലാ സാഹിത്യത്തിനും ബാധകമാണ്. നല്ല കഥ വായിച്ചാലും ഇതുപോലെ തന്നെ, നല്ല നോവൽ വായിച്ചാലൊക്കെ ഇത് തന്നെ. ഇത് കവിത ഒരു മാധ്യമമായിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സാഹിത്യത്തിൻ്റെ സൃഷ്ടികളുടെ ഒരു പ്രത്യേകത, അത് ഒരു ദർശനം നമുക്ക് തരുന്നു. അപ്പോൾ ആ ദർശനം, ആ ഭാവലോകം, അതിൽ എത്തിപ്പെടാൻ ഈ ഒരു വഴിയാണുള്ളത്. അവിടെ ഒരിക്കൽ പോയ ഒരാളുടെ മനസ്സ്, ആ മനസ്സിൽ അതിൻ്റെ ഒരു അംശം, ആ ഭാവത്തിൻ്റെ ഒരു അംശം പ്രതിഷ്ഠിക്കപ്പെടും. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു ഭാവലോകത്തിൽ പോകുന്നു, അവിടെ നിന്ന് ഒരു ചെറിയൊരു കഷ്ണം. അതാ അങ്ങനെ മനസ്സിൻ്റെ നേച്ചർ മാറി വരുന്നു. അത് വലിയൊരു വിദ്യാഭ്യാസ പ്രക്രിയയാണ്. നോവൽ വായന എങ്ങനെയുണ്ട്? നോവൽ വായന ഞാൻ ചെറുപ്പത്തിലും എല്ലാം ഒത്തിരി വായിച്ചിട്ടുണ്ട്. എല്ലാം കൂടുതൽ നോവലുകളായിരുന്നു അന്ന് വായിച്ചുകൊണ്ടിരുന്നത്. വളരെ അന്ന് പല എല്ലാ ഇഷ്ടപ്പെട്ട നോവലിസ്റ്റുകാരുടെ ഒത്തിരി നോവലുകൾ വായിച്ചു. കുറച്ച് നോവലുകളെ പറ്റി പറയാൻ പറ്റും മലയാള സാഹിത്യത്തിൽ? അന്ന് ഞാൻ ചെറുപ്പത്തിൽ വായിച്ചുകൊണ്ടിരുന്ന അന്നത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട നോവലുകളായിരുന്നു ഈ മറ്റേ തകഴി ശിവശങ്കരപ്പിള്ള, കേശവദേവ്, അന്നത്തെ അല്ലേ, എസ് കെ പൊറ്റക്കാട്, കുട്ടിക്കൃഷ്ണൻ, ഉറൂവ്, അങ്ങനെ പഴയ കാരൂറിൻ്റെ കഥകൾ, അങ്ങനെയൊക്കെയുള്ള കഥകൾ ഒത്തിരി അന്ന് വായിച്ചിട്ടുണ്ട്. അത് ഇതാണ്. ഇപ്പോൾ ഉള്ള കഥകളും ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ അധികം കുറച്ചൊക്കെ വായിക്കാറുണ്ട്. ഇപ്പം പത്മനാഭ സാറിൻ്റെ കഥകളൊക്കെ മിക്കവാറൊക്കെ ഒത്തിരി ഞാൻ വായിച്ചിട്ടുണ്ട്. എം ടിയുടെ നോവലുകൾ ഒരു പ്രപഞ്ചമാണല്ലോ, വളരെ മനോഹരമായ ഒരു ഭാവപ്രപഞ്ചമാണ് അദ്ദേഹത്തിൻ്റെ കഥയും നോവലുകളെല്ലാം. സി രാധാകൃഷ്ണൻ്റെ കഥകളും നോവലുകൾ നല്ല സുന്ദരമായ നോവലുകൾ. അതുപോലെ ധാരാളം നോവലുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. താങ്കൾ ഇപ്പോൾ ഈ നോവലിന് വായിക്കാനായിട്ട് കുറച്ച് സമയം വേണം, അതിനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കഥകൾ ഇച്ചിരി എളുപ്പമാണ് വായിക്കാൻ. താങ്കൾ നോവലും എഴുതിയിട്ടുണ്ടല്ലോ, രണ്ടെണ്ണം. ഒന്ന് അറിവാഴെന്ന് പറഞ്ഞൊരു നോവലാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സോളമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ബൈബിളിൽ. ഈ സോളമൻ എന്ന് പറയുന്ന ആ കഥാപാത്രം ഒരു പ്രത്യേക കഥാപാത്രമാണ്. ഒരു 2,000-3,000 കൊല്ലം മുമ്പ് ജീവിച്ചൊരു രാജാവ്. ആ രാജാവ് സമൂഹത്തെയും ജീവിതത്തെയും എങ്ങനെ നോക്കിക്കണ്ടു. അങ്ങനെ അന്നത്തെ ഏറ്റവും വൈസ് കിങ് എന്നാണ്, വിസ്ഡമുള്ള രാജാവ് എന്ന് പറഞ്ഞ രാജാവാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അന്നത്തെ സമൂഹത്തെയും സ്വന്തം ജീവിതത്തെയും നോക്കിക്കണ്ടത് എന്ന് കാണാനുള്ളൊരു പ്രക്രിയയുടെ, ഇതിൽ ജീവിതം കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നോവൽ അറിവാഴ്. പക്ഷേ ഈ നോവൽ എന്ന് പറയുന്ന എൻ്റെ ഒരു ക്യാൻവാസ് വളരെ വലുതാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കാൻ ശരിക്ക് വലിയൊരു സാഹിത്യ സൃഷ്ടിയാണ് ഈ നോവൽ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. കവിത എന്ന് പറഞ്ഞാൽ വളരെ ഒരു സൂക്ഷ്മ പ്രപഞ്ചമാണ്, ഒരു സൂക്ഷ്മ ലോകമാണ്, മൈക്രോ. പക്ഷേ നോവൽ എന്ന് പറയുന്ന ഒരു ഇച്ചിരിയുടെ വിശാലമായൊരു മാക്രോ വേൾഡാണ്. അപ്പോൾ ഈ മാക്രോ വേൾഡ് സൃഷ്ടിക്കാൻ ഉള്ള അതിനുള്ള ശ്രമം, അത് വലിയൊരു പരിശ്രമമാണ്. ഒരുപക്ഷെ കവിതയെക്കാളും കൂടുതൽ വലിയ പരിശ്രമമാണ് നോവൽ സൃഷ്ടിക്കാനുള്ള ശ്രമം. വേറൊരു നോവൽ കൂടെ ഉണ്ടല്ലോ, ഒരു നോവലിനെ പറ്റിയാ പറഞ്ഞു, അത് ബന്ധനസ്നായ ന്യായാധിപൻ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ബിബ്ലിക്കൽ ക്യാരക്ടറാണ്. ഈ സാംസൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് ബൈബിളിൽ. സ്വന്തം ജനതയെ രക്ഷിക്കാനായിട്ട് വൈദേശിക ആധിപത്യത്തിൽ നിന്ന് രക്ഷിക്കാൻ പരിശ്രമിക്കുകയും അവസാനം ഇങ്ങനെ കാരാഗൃഹത്തിൽ കിടന്ന് മരിക്കുകയും ചെയ്യുന്ന ഒരാളുടെ കഥയാണ് ഈ ബൈബിളിലുള്ളത്. അതും ഇദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറയാനുള്ള ഒരു ശ്രമമാണ്, ബന്ധനസ്നായ ന്യായാധിപൻ.